നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് തേർഡ് പാർട്ടി റീഡിംഗ് ചെയ്യാം. ഓക്കെ, കുറേ ദിവസമായി ഞാൻ തേർഡ് പാർട്ടി റീഡിംഗ് എടുത്തിട്ട് ഐ തിങ്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലൈക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർ മാത്രം കാണാം. ഓക്കെ, അത് എന്ന് വെച്ചാൽ നിങ്ങൾ മാരീഡ് ആവാം, സിംഗിൾ ആവാം. മാരീഡ് ആണെങ്കിൽ പിന്നെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് സിംഗിൾ ആണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിട്ട്, ഓക്കെ, ഞാൻ സ്പെസിഫിക് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഒരു തേർഡ് പാർട്ടി റൊമാൻറ്റിക് ഇൻട്രസ്റ്റ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേറെ ഉണ്ടെങ്കിൽ, റൊമാൻറ്റിക് ആവണമെന്നില്ല, മീൻസ് ഒരു റിലേഷൻഷിപ്പ് വേറെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്താണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടി ഞാൻ എടുക്കും. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ് നടക്കുന്നത്, സ്പൈ വർക്ക് എന്നാണ് ഞാൻ പറയാറ്. അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നമ്മളൊരു ഒളിഞ്ഞു നോട്ടം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നയൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്, Three of Swords, Eight of Pentacles, Magician, Five of Swords ഇവിടെ ഉണ്ട്. കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സ്ട്രെസ്സിലാണ് എനിക്ക് കാണുന്നത്. നയൻ ഓഫ് സോഡ്സ് എനർജിയാണ്. നയൻ ഓഫ് സോഡ്സ് നമുക്കൊരു ടെൻഷൻ, സ്ട്രെസ് എന്ന രീതിയിൽ പറയും. ഉറക്കം പോലും പോയിട്ടുള്ള രീതിയിലുള്ള സ്ട്രെസ് എന്നാണ് പറയുക. ഓക്കെ, ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാം എന്ന രീതിക്കാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, കോൺഫ്ലിക്ട്സ് എന്ന രീതിയിൽ പറയാം. യെസ്, ഓക്കെ, കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ ഇത് മാരീഡ് കപ്പിൾ ആയിരിക്കും, മീൻസ് മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ ചൊല്ലി എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ ഹാർട്ട് ബ്രേക്കും വന്നിട്ടുണ്ട്. എനിക്കൊരു പെട്ടെന്നൊരു വൈബ് എനിക്ക് തോന്നിയത് മേ ബി ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ, മേ ബി എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവർ ഡൈവേഴ്സോ കാര്യങ്ങളോ വലുതും നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് ലൈക്ക് അവർ പണത്തിൻ്റെ കാര്യത്തിൽ, ഫാമിലിയിൽ, ലൈഫിൽ അവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ സിറ്റുവേഷൻസ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നത്, അവർ ടെൻഷനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ അഗെയിൻ പണത്തിൻ്റെ കാര്യമാണ്. സോ ഞാൻ പറഞ്ഞ പോലെ മേ ബി അവർ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്താണ്, ഫാമിലിയിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും അല്ലേ. ഫാമിലിയിൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സോ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും ആ കമ്മിറ്റ്മെൻറ്റിൽ ഒരു ബ്രേക്ക് എന്ന രീതിക്ക് നമുക്ക് പറയാം. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാരേജ് കമ്മിറ്റ്മെൻറ്റിൽ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ തമ്മിൽ ചേരുന്നില്ല, പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ കാര്യം എന്തും ആവാം. ഓക്കെ, ഇപ്പം നിങ്ങൾ സിംഗിൾസ് ആണെന്ന് വിചാരിക്കുക. സിംഗിൾസ് ആണെങ്കിലും മേ ബി, അതായത് അവിടെയുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് അത്രയ്ക്ക് ഇല്ല എന്ന് പറയാം. വേറെ വ്യക്തിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത്രയ്ക്ക് സ്ട്രോങ് അല്ല, അവിടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന രീതിക്ക് എടുക്കാം. റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതും പറയാതിരിക്കാൻ വരില്ലോ. നിങ്ങളുടെ പേഴ്സൺ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് പോകണം, നല്ല രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള എഫേർട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മജീഷ്യൻ ആണ്. സോ അവരവരുടെ റിലേഷൻഷിപ്പ് ബെറ്ററാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഐ തിങ്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷനാണ് കാണുന്നത്. ചില കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. ഓക്കെ, വേറെന്തൊക്കെയാ കാണുന്നത് നോക്കാം. വേറെന്താണ് തേർഡ് പാർട്ടിയുമായിട്ട് എന്താ കാണുന്നത്? ദ എംപ്രസ്, യെസ്, ഓക്കെ. Queen of Pentacles, Seven of Cups, King of Knight of Swords, sorry, okay. Devil energy, Hangman. നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് അവിടെ. ഓക്കെ, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളെക്കുറിച്ചാണ് എനിക്ക് വരുന്നത്. എനിവേ, പിന്നെ പറയാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലൈക്ക് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്ട്രെസ്സിലാണ്. അതാണ് മെയിനായിട്ട്.
ഫാമിലിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ പണത്തിൻ്റെയാണ് മെയിനായിട്ട്. അതായത് ഫൈനാൻഷ്യൽ എന്ന് മാത്രമല്ല, നമ്മളൊരു ഇതിവിടെ പെൻറ്റക്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് പറയാം. ഫാമിലിയുടെ സ്റ്റെബിലിറ്റി, അതായത് ഫാമിലി ആവശ്യമുള്ള പണങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ നടത്തി കൊടുക്കുക എന്ന രീതിയിൽ അതിൻ്റെ സ്ട്രെസ്സാണ് അവർക്ക്. ഓക്കെ, ഇവിടെ എംപ്രസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ചിലവർക്ക് ഒരു ഇത് മീൻസ് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കരുതേ, നിങ്ങൾക്ക് അത്രത്തോളം ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ അറിയും എന്തായാലും. ഓക്കെ, അല്ല നിങ്ങൾ ടോട്ടലി നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ അവിടെ പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ അതിനനുസരിച്ച് മാറ്റിയെടുക്കുക. അവരെ ഫാമിലിയിൽ പ്രഗ്നൻസി ഉള്ള ചാൻസസ് ഉണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, വീണപ്പൻ അത് മാത്രമല്ല കേട്ടോ, പക്ഷെ ഓക്കെ ഫാമിലി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാം ചെയ്തു കൊടുക്കണം, ഫാമിലിക്ക് എല്ലാം ചെയ്തു കൊടുക്കണം എന്ന രീതിയിലുള്ള ടെൻഷനും സ്ട്രെസ്സുമാണ് കാണുന്നത്. 7 ഓഫ് കപ്സ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ എന്താ പറയുക, തെറ്റായ ഇടത്തിലാണോ അവർ നിൽക്കുന്നത് എന്നവർ ചിന്തിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതൊന്നാമത്തത്. എനിക്ക് പല കാര്യങ്ങളും അവർ ഡീൽ ചെയ്യേണ്ടതുണ്ട്. എടുത്തു ചാടി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ്. ഡബിൾ എനർജി. ഐ തിങ്ക് അവിടെ ദേഷ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അവർ തമ്മിൽ പരസ്പരം ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് എന്നെനിക്ക് തോന്നി. ഇതൊരു എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചില തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ട്, പക്ഷെ അവനവനെ ഐ തിങ്ക് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമായി പോകും എന്നുള്ള ചിന്തയുണ്ടാവാം. പല കാര്യങ്ങളും അവരുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവരെന്ത് ചൂസ് ചെയ്യണം, എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് വേണം, ഏതാ നല്ലത്, ഏതാ തെറ്റ്, അവർ തെറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണോ പെട്ടത് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഡബിൾ എനർജിയാണ്. ഹാങ്മാൻ സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. സോ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവരവിടെ ഒരു പെട്ട് നിൽക്കുന്ന ഒരു എഫക്ട്. ഡെവിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മേ ബി ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ട് പോവാം. ഡെവിൾ ആൻഡ് മജീഷ്യനൊക്കെ ഉണ്ട്. സോ മേ ബി അവർ പിടിച്ച് നിർത്തിയിരിക്കുന്നതായിരിക്കാം ഫാമിലി അവരെ അവിടെ. അങ്ങനെയാവാം. ഓക്കെ, അവിടെ ഹാങ്മാൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. പെട്ട് നിൽക്കുക തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ 2 ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, ഇവിടെ വെക്കാം. ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് എടുക്കാം ഞാൻ. തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങനെ ഒരു ഹാപ്പി. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം. തേർഡ് പാർട്ടിയുമായിട്ട് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം, എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയാം. വേറെ ഡെക്ക് എടുക്കാം. തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? അവർ കാർഡ് 9 ഓഫ് വാൻഡ്സ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് ഇവിടെ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, കുറച്ച് പേർക്ക് ഡൈവേഴ്സ്, സെപ്പറേഷൻ, ഫാമിലിയിലെ ഇഷ്യൂസ് എന്ന രീതിയിലെല്ലാം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് ആ റിലേഷൻഷിപ്പ് വിട്ടുമാറാനാണ്, അങ്ങനെയും പറയാം. ഒരു അവിടെ അകൽച്ചകളുണ്ട്, അവർ തമ്മിൽ അടുപ്പമൊന്നുമില്ല. ഓക്കെ, 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. കുറച്ച് പേർക്ക് ഡൈവേഴ്സിൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് അല്ലാത്തവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവിടെ അകൽച്ചയുണ്ട്, മാറി നിൽക്കലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല, മതി. നിങ്ങളെക്കുറിച്ച് നിങ്ങളോടുള്ള ഫീലിങ്സ് വേറെ എടുക്കാം. 2 ഓഫ് കപ്സ് ഇവിടെ ഓൾറെഡി കണ്ടിരുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, 100%. ഓക്കെ, പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ സമയത്ത് എന്താണ്? അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഫാമിലി ഇഷ്യൂസ് ആവാം, പണത്തിൻ്റെ ഇഷ്യൂസ് ആവാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഹാപ്പി ഒരു ലൈഫല്ല ഇപ്പോൾ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത്? വ്യൂവേഴ്സിനോട് എന്താ ഫീൽ ചെയ്യുന്നത്? 9 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്. കാർഡ്സിൻ്റെ വ്യത്യാസം നോക്കൂ. സ്റ്റാർ കാർഡ്, ക്വീൻ ഓഫ് കപ്സ്. ഇതാണ് കാർഡിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഇത്രയും നേരം വന്നത് മുഴുവൻ നെഗറ്റീവ് കാർഡ്സ് ആയിരുന്നു. നിങ്ങളെക്കുറിച്ച് എടുക്കാൻ തുടങ്ങിയപ്പോൾ നോക്കൂ, എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് വരുന്നത്. 9 ഓഫ് കപ്സ് ആണ്, ആഗ്രഹമാണ്, വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്ക് പറയാം. കിങ് ഓഫ് വാൻഡ്സ് ആണ്, നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളോട് പാഷൻ ഉണ്ട്, പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാർ കാർഡ് ഉണ്ട്, അഗെയിൻ വിഷ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് നിങ്ങൾ അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷയായിട്ടാണെന്ന് പറയാം. ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ കാണുന്നത് വളരെ സ്നേഹത്തോടെയാണ്. അവർക്കും സ്നേഹമുണ്ട് നിങ്ങളോട്. നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹം അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. അവർക്കറിയാം നിങ്ങളാണ് അവരെ സ്നേഹിക്കുന്നതെന്ന് അവർക്കറിയാം. കിങ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്. ഇതുണ്ടോ? എംപ്രസ്. നേരത്തെ പറഞ്ഞ അതേ കാർഡ്. ഓക്കെ, അവർ അതായത് ഫാമിലി മാരീഡ് ആയിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ,
ഇറ്റ്സ് ഓക്കെ. അവർ നിങ്ങളെ കാണുന്നത് പക്ഷേ 2 ഓഫ് കപ്സ് എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവർക്കും ആ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു കപ്പിളായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് ആണ്. നിങ്ങൾ തമ്മിലൊരു കപ്പിൾ എനർജി ഉണ്ട്. ഓക്കെ, പക്ഷെ അവർ ഫാമിലി ശരിക്കും പറഞ്ഞാൽ അവർ വിട്ടു വരാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ. ഓക്കെ, വിട്ടു വരാൻ ഇതാ. ഓക്കെ, അവർ ശരിക്കും മാരീഡൊക്കെ ആണെങ്കിൽ ശരിക്കും അവരത് എൻഡ് ചെയ്ത് വരണം എന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, അവിടുന്ന് കട്ട് ഓഫ് ചെയ്ത് വരണം എന്ന രീതിയിലാണ് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ടുവേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫീലിങ്സ് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ. ഓക്കെ, സ്ട്രെങ്ത് ഐ തിങ്ക് ഇന്നലെയും വന്നിരുന്നു. സ്ട്രെങ്തിൻ്റെ കാർഡ് ജസ്റ്റിസ്. നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളുടെ കൂടെയാണ് അവർ ഹാപ്പി ആയിട്ടുള്ളത്. ഓക്കെ, ബട്ട് അവർക്ക് ഇപ്പോൾ തൽക്കാലം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവരുടെ മൈൻഡിൽ എങ്ങനെ ആക്ഷൻ എടുക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആരെ വേണം ലൈഫിൽ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും. അവർ കുറച്ച് ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, ന്യായം ചെയ്യും നിങ്ങളോട് എന്ന് കാണുന്നുണ്ട്. പറ്റുന്നവർക്ക് നിങ്ങളുമായിട്ട് മാരേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനെങ്കിലും അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. സോൾമേറ്റ് കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്, അങ്ങനെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാരണമായിരിക്കും. അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം, എന്നിട്ട് നിർത്താം. ഓക്കെ, ഒറക്കിൾ മെസ്സേജ് ഈ കാർഡിന് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സിൽ നിന്ന്. വാവ്, ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവാം, സെപ്പറേഷൻ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ നിങ്ങളെ വിട്ടു പോയി എന്നുള്ളത്. നിങ്ങളെ ലോസിൻ്റെ ആ ഒരു ഫീലിംഗ്, നിങ്ങൾക്ക് ഒരുപാട് വിഷമം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ബട്ട് എനിവേ, ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ 2 ടൈം ലൈൻ കിട്ടിയിട്ടുണ്ട്. അത് പറയാം. ഓട്ടമും ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്. സ്പ്രിങ് അറൗണ്ട് ഏപ്രിലാണ്, ഓട്ടം അടുത്ത സെപ്റ്റംബറിൻ്റെ അടുത്തൊക്കെയാണ്. ഓക്കെ, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് അത് പഠിക്കാം. സോ മാർച്ച് ഏപ്രിൽ തൊട്ട് ഒരു ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഓരോരുത്തരും ഓരോന്നായിരിക്കും. നിങ്ങൾ ഏത് ലെവലിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളെങ്ങനെ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് മാറ്റർ ഇവിടെ. ഐ തിങ്ക് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാം. ഇവിടെ ആൻസിസ്റ്റേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ലൈക്ക് സ്പിരിറ്റ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എന്താണ് നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് റിലീസ് ആൻഡ് സറണ്ടർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സറണ്ടർ ചെയ്ത് വിടുക ഈ സിറ്റുവേഷനെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ടെൻഷൻ അടിച്ച് ഒരുപാട് നെഗറ്റീവ് ആലോചിച്ച് കൂട്ടണ്ട. സറണ്ടർ ചെയ്ത് വിടുക യൂണിവേഴ്സിന്. എന്താണ് നടക്കുന്നത് വെച്ചാൽ യൂണിവേഴ്സ് ചെയ്യട്ടെ എന്ന രീതിയിൽ വിട്ട് കളയൂ. ആൻഡ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും തെളിഞ്ഞ് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഐ തിങ്ക് ഓക്കെ, പേഴ്സൻ്റെ മൈൻഡിലും കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ മൈൻഡിലും കൺഫ്യൂഷൻ ഉണ്ട്. ഈ റിലേഷൻ എന്താവും എന്നാലോചിച്ചു. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രസന്റ് മൊമെന്റിലിരിക്കാം. ഇപ്പോഴത്തെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, അത് ഈ പേഴ്സൺ കൂടി ഇല്ലെങ്കിലും ശരി. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കാം. ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, എന്ത് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ, എന്ത് ജോലിയുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ അത് മീൻസ് എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിന് നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അല്ലെങ്കിൽ ഈ പേഴ്സൺ അറ്റ്ലീസ്റ്റ് സ്നേഹം കാണിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ മൊമെന്റ്സിന് നിങ്ങൾ താങ്ക്സ് പറയാം. ഓക്കെ, അങ്ങനെ ചെയ്തു തുടങ്ങാം. ഇവിടെ യൂണിറ്റി കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ, ഒരു റീബർത്ത് ആണ് ഞാൻ പറഞ്ഞത്. റീബർത്ത് വരാനുള്ള സാധ്യതയാണ്. എവിടെയായിരുന്നു സീഡ് സ്പ്രിങ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും സ്പ്രിങ് ടൈമിൽ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇട്ട വിത്ത് മുളയ്ക്കും എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാനുള്ള സാധ്യതയാണ്. യൂണിയൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ സൂക്ഷിക്കാനുണ്ട് നിങ്ങൾ ലേശം. ഓക്കെ, കാരണം സ്പൈ ഇൻസ്പെക്ടിങ് എന്നാണ് കാണുന്നത്, വാച്ചിങ്. നിങ്ങളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവാം, തേർഡ് പാർട്ടി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ശ്രദ്ധിക്കുക, സൂക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ആയിരിക്കും പേഴ്സൺ മെസ്സേജൊക്കെ ചെയ്യാത്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പേഴ്സൺ എന്തെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മാക്സിമം
സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും, പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയായിരിക്കാം. നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടിയും ചിലപ്പോൾ നിങ്ങളെ വാച്ചിങ് ഉണ്ടാവാം. എനിക്കതൊരു ഇതായിട്ട് പറയാൻ തോന്നി. എനിവേ, നിങ്ങൾ തമ്മിൽ വീണ്ടും ബെറ്റർ ആവും, ശരിയാവും, നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ വരും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അതിനുള്ള സമയം കൊടുക്കുക. എനിക്ക് സിറ്റുവേഷൻസ് ഒന്ന് മാറാനും കാര്യങ്ങളൊന്ന് തെളിഞ്ഞ് കുറച്ചൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ, അത് മനസ്സിലാക്കൂ. ഓക്കെ, സോ എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.